ഹായ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഗണപതി ഭഗവാന് ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചാണ്. നമ്മൾക്കൊരു ജോലി നേടാനോ ജോലിക്ക് തടസ്സമായിട്ടോ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരുപാട് ശ്രമിച്ചിട്ടും നമ്മുടെ കൈ കിട്ടിയില്ല എന്നും പറഞ്ഞ് ജോലികൾ വന്നു പോയി നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അതല്ല ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചു കഴിഞ്ഞ് ഒത്തിരി കാലം കൊണ്ട് ജോലി അന്വേഷിച്ച് നടക്കുകയാണ്, നമ്മളുടെ പഠനത്തിന് അനുയോജ്യമായിട്ടുള്ള ജോലി ലഭിച്ചില്ല എന്നുള്ള വിഷമത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, ഞാൻ ഈ പറയുന്ന വഴിപാടുകൾ ചെയ്താൽ മതി. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ജോലി നേടാനും നിങ്ങളതിന് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കിട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജോലി നേടാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത്. അത് മുടങ്ങാതെ ചെയ്യണം. അത് വളരെ ഭക്തിയായിട്ടും വളരെ മനസ്സർപ്പിച്ചും മനഃശുദ്ധിയോടുകൂടിയും വേണം ചെയ്യേണ്ടത്. എന്തൊരു വഴിപാടുകൾ ക്ഷേത്രത്തിൽ ചെയ്താലും നമ്മൾ എപ്പോഴും മനസ്സ് ശുദ്ധമാക്കി വെക്കണം. ആരോടോ അസൂയ, കുശുമ്പ്, ദേഷ്യം, വിദ്വേഷം അങ്ങനെയൊന്നും വെച്ചുകൊണ്ട് നമ്മളിതിനൊന്നും ഇറങ്ങി തിരിച്ചാണ് നമുക്ക് ഈ തടസ്സം നേരിടുന്നത്. അതുകൊണ്ട് നമ്മളെന്തോ വേണം, മനസ്സെപ്പോഴും ശുദ്ധിയായിട്ട് വെക്കുക. നമ്മളെന്തിനാണ് മറ്റുള്ളവരോട് വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അശുദ്ധമാവി പോയും നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ് ആവാത്തതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് യാതൊരു നേട്ടവും അതുകൊണ്ടും ഇല്ല. നമ്മൾ ആരെയാണോ ദേഷ്യപ്പെടുന്നത് അവർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല, അവരവരുടെ കാര്യങ്ങൾ നോക്കിയും ജീവിക്കും. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കാര്യത്തിൽ നമുക്ക് നേടേണ്ട കാര്യത്തിൽ മാത്രം ഫോക്കസ് കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരിക്കലും മറ്റുള്ള രീതിയിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നാൽ മനസ്സ് നഷ്ടപ്പെടുത്തതേ ഉള്ളൂ. അതോടുകൂടി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും തടസ്സപ്പെടും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഗണപതി ഭഗവാന്റെ അടുത്ത് ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചാണ്. ഇതെല്ലാ വെള്ളിയാഴ്ച ദിവസവും വേണം ചെയ്യേണ്ടത് കേട്ടോ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ ഒരു ഗണപതി ഹോമം കഴിപ്പിക്കണം, ഒരു മുക്കുറ്റി അർച്ചന, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഒരു തൃമ്മധുരം, ഇത് ഇത്രയും നടത്തണം കേട്ടോ. മുടങ്ങരുത്. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും വേണം ചെയ്യേണ്ടത്. അതല്ല വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അടുപ്പിച്ച് ചെയ്യാൻ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ മാസത്തിലൊരു വെള്ളിയാഴ്ച ദിവസം നോക്കി ചെയ്യണം. പക്ഷേ ഇത് അടുപ്പിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. 7 വെള്ളിയാഴ്ചയാണ് ചെയ്യേണ്ടത്. നമ്മൾ 7 വെള്ളിയാഴ്ച അടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്കതിൻ്റെ മാറ്റം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഗണപതി ഭഗവാനാണ് നമ്മൾ ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗണപതി ഭഗവാനെ നമ്മൾ വഴിപാട് കഴിപ്പിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? രാവിലെ ഒരു ഗണപതി ഹോമം കഴിപ്പിക്കണം, ഒരു മുക്കുറ്റി അർച്ചന, പിന്നെ ഒരു ഭാഗ്യസൂക്തം, ഒരു തൃമ്മധുരം, പിന്നെ അതിൻ്റെ കൂടെ നെയ്വിളക്കൂടെ കത്തിക്കണം. അതും കൂടെ ആകുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തി തരുന്നതാണ്. ഒരു മടിയും കൂടാതെ ഒരു മുടക്കവും കൂടാതെ അലസത നമുക്ക് വേണ്ട കാര്യങ്ങളാണോ, നമുക്ക് നേടേണ്ട കാര്യങ്ങളാണോ, നമ്മൾ ആഗ്രഹിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് സമയമില്ല, എടുത്തില്ല, ഇതൊന്നും എക്സ്ക്യൂസും പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കാതെ പോയി ഇറങ്ങി തിരിച്ച് ചെയ്യണം. എന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അല്ലാതെ വഴിയേ പോകുന്നവരോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ രാവിലെ വന്ന് കതവേ മുട്ടി വിളിച്ചതൊന്നും കാര്യം സാധിച്ചു തരത്തില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടതാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളിതുകൂടെ ചെയ്യണം. ഇതുകൂടെ ചെയ്തിട്ട് മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ അയയ്ക്കുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, PSC വർക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടേതായ രീതിയിലുള്ള നമ്മുടെ അതുകൂടെ കടമകളൂടെ ചെയ്യണം. അല്ലാതെ ഇത് മാത്രം ചെയ്തു എന്ന് വെച്ചുകൊണ്ട് എനിക്ക് ജോലി കിട്ടിയില്ല എന്ന് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആപ്ലിക്കേഷൻ അയക്കാതെ നമുക്ക് എന്തായാലും ഇൻ്റർവ്യൂവിന് വിളിക്കത്തില്ല. അതുകൂടെ ചെയ്യണം. അതുകൊണ്ട് മുടക്കരുത് ഒരു കാരണവശാലും. ഒരു മാസം പോലും, ഒരു മാസത്തിൽ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, അതല്ല 7 ആഴ്ച അടുപ്പിച്ച് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യണം. മുടങ്ങി പോകരുത് കേട്ടോ. ഒരു തേങ്ങ അടിക്കണം. ആദ്യമായിട്ട് ചെയ്യുന്ന ദിവസമാണെങ്കിൽ ഒരു തേങ്ങ ഗണപതി ഭഗവാൻ അടിച്ചിട്ട് വേണം ഇത് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും മുടങ്ങരുത്. നിങ്ങളുടെ ബന്ധത്തിലുള്ളതോ നിങ്ങളുടെ ഫ്രണ്ട്സിലോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് കൂടി പറഞ്ഞു കൊടുക്കണം. ആരെങ്കിലും ഇങ്ങനെ ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കൂടി പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ഗണപതി ഭഗവാന് ഒരു നാരങ്ങാമാല, കറുകമാല, ഇതൊക്കെ അവസരം പോലെ നമ്മൾ ചെല്ലുന്ന ദിവസം നമ്മുടെ കയ്യിലുള്ളതുപോലെ നമുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും മാല മേടിച്ച് കൊടുക്കണം അവിടെ കേട്ടോ. മുക്കുറ്റി മാല കിട്ടും, കറുകമാല കിട്ടും, നമുക്ക് നാരങ്ങാമാല കിട്ടും. അത് നമ്മുടെ കയ്യിലുള്ളതുപോലെ നമ്മുടെ മനസ്സിന് യോജിച്ച്, നമ്മുടെ മനസ്സിലൊരു ഇത് കാണുമല്ലോ, നമുക്കത് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുമ്പം നമ്മളതുകൂടെ ചെയ്യണം. ഭഗവാൻ എന്ത് കൊടുത്താലും ഭഗവാൻ അതിൻ്റെ 100 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു തരുന്നതാണ്. അതിനൊരു സംശയവും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും, എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി അമ്പലത്തിൽ ആദ്യമേ ചെല്ലുമ്പോൾ ഒരു തേങ്ങ അടിച്ചിട്ട് ഒരു നെയ്വിളക്കും ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും, പിന്നെ രാവിലെ തന്നെ ഗണപതി ഹോമം നടത്തണം കേട്ടോ. ഗണപതി ഹോമത്തിന് തലേന്ന് ചീട്ടാക്കി വെക്കണേ. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക.